നമസ്കാരം. 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 ശബരിമല സ്വർണ്ണക്കൊള്ള ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് LDFിന്റെ നേതൃത്വത്തിലുള്ള വികസന മുന്നേറ്റ യാത്ര പത്തനംതിട്ട ജില്ലയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജാഥ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ജാഥ ഇന്നലെ പത്തനംതിട്ട ജില്ലയിൽ അവസാനിച്ചു, കോട്ടയം ജില്ലയിൽ പ്രവേശിച്ചു. 5 കേന്ദ്രങ്ങളിൽ വമ്പിച്ച വരവേൽപ്പാണ് ജനങ്ങൾ ജാഥയ്ക്ക് നൽകിയത്. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഓരോ കേന്ദ്രത്തിലും ജനങ്ങളെ ചെയ്തത്. ജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഒരു പിന്തുണയാണ് ജാഥയ്ക്കും ജാഥ ഉയർത്തിയ സന്ദേശങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഇന്നലെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പത്തനംതിട്ട MP ആയിട്ടുള്ള ആന്റോ ആന്റണിക്കെതിരെ നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ഉടമയായിട്ടുള്ള നെടുമ്പറമ്പിൽ രാജു ഉന്നയിച്ചിരിക്കുന്ന വളരെ ഗൗരവകരമായ ഒരു ആരോപണമുണ്ട്. 2 കോടി രൂപ ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ ചെലവിനായിട്ട് അദ്ദേഹം വാങ്ങിച്ചിരുന്നു, ആ പണം തിരികെ നൽകിയിട്ടില്ല എന്നുള്ള ഒരു ആരോപണം. ഈ ആരോപണത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ആന്റോ ആന്റണി 2 കോടി രൂപ വാങ്ങിച്ചത് സംബന്ധിച്ച് ഒട്ടേറെ ദുരൂഹതകൾ അവശേഷിക്കുകയാണ്. പല ദിവസങ്ങളിലായി പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ആന്റോ ആന്റണി ഇപ്പോൾ 3-ാം ടേമാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ MP ആയി പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ജില്ലയ്ക്ക് കാര്യമായ പ്രയോജനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് വലിയ നേട്ടങ്ങളും പ്രയോജനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. NM രാജുവിന്റെ വിവരം പിന്നെയും നമ്മളെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ആദ്യം CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവാണ് തന്ത്രി നൽകിയ പണം NM രാജുവിന്റെ പക്കൽ നിന്നും ആന്റോ ആന്റണി വാങ്ങിക്കൊണ്ടുപോയി എന്നുള്ള വിവരം പുറത്തുവിടുന്നത്. അത് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്തുവിട്ടത്. പിന്നീട് ആ വാർത്ത കത്തിപ്പടർന്നെങ്കിലും ആന്റോ ആന്റണി പ്രതികരിച്ചിരുന്നില്ല. ഇന്നലെ NM രാജു എറണാകുളത്ത് നടത്തിയ പത്രസമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം 2 കോടി രൂപ ആന്റോ ആന്റണി വാങ്ങിച്ചു എന്ന് പറഞ്ഞത്. സത്യത്തിൽ അത് നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ്. ഒരു MPക്ക് ഒരു പാർലമെന്റിൽ ചെലവാക്കാൻ കഴിയുന്നത് 90-95 ലക്ഷം രൂപ മാത്രമാണ്. ആ സ്ഥാനത്ത് അദ്ദേഹം ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ 2 കോടി രൂപ വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിച്ച തുകയാണ്. ഗുരുതരമായ ചട്ട ലംഘനമാണ്, നിയമലംഘനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്നു മാത്രമല്ല, വളരെ ഗുരുതരമായ നിയമപ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇതിനെ തുടർന്ന് ഉണ്ടാകാൻ പോകുന്ന മറ്റ് പ്രശ്നങ്ങൾ. NM രാജു ഇത് ആദ്യമായി ഉന്നയിക്കുന്ന ഒരു വിഷയമല്ല. സത്യത്തിൽ NM രാജു പല ആളുകളോടും ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഇതിന്റെ വസ്തുത പുറത്തു കൊണ്ടുവരേണ്ടതാണ്. ഇന്നലെ ദുർബലമായ ഒരു മറുപടിയാണ് ആന്റോ ആന്റണി നൽകിയിരിക്കുന്നത്. അദ്ദേഹം വാങ്ങിയ പണം തിരിച്ചു കൊടുത്തു എന്നാണ് അവകാശപ്പെടുന്നത്. അതിൽ 20 ലക്ഷം രൂപ മടക്കി കൊടുത്തു എന്നാണ് NM രാജു തന്നെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും NM രാജുവിനെ ഇപ്പോൾ അവിശ്വസിക്കേണ്ട ഒരു സാഹചര്യമല്ല. ഇപ്പൊ വാങ്ങിയ 2 കോടി ഇദ്ദേഹം NM രാജുവിന്റെ പക്കൽ നിന്ന് മാത്രമാണോ ഈ പണം വാങ്ങിയിരിക്കുന്നത്? തെരഞ്ഞെടുപ്പിന്റെ പേരിൽ മറ്റ് ആരുടെയെല്ലാം പേരിൽ പണം വാങ്ങിയിട്ടുണ്ട് എന്നെല്ലാം ഇനി അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വാങ്ങിയ പണം എവിടെയൊക്കെയാണ് ചെലവഴിച്ചത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ ചെലവഴിച്ചിട്ടുള്ളത് മറ്റൊരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കേസ് അദ്ദേഹത്തിനെതിരെ മത്സരിച്ച അഡ്വക്കേറ്റ് K അനന്തഗോപൻ നൽകിയിരുന്നു. അത് പ്രധാനമായും ഇദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും നടത്തിക്കൊണ്ടിരുന്ന പൂഞ്ഞാറിലെ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളാണ്. ആ സഹകരണ ബാങ്ക് പൊളിഞ്ഞു പാളീസായി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദുരൂഹമായ ധാരാളം സാമ്പത്തിക ഇടപാടുകൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് ഗൗരവമായി അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ചെലവുമായി ബന്ധപ്പെട്ട പുതിയ നിയമപ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ഈ പണം എവിടേക്കാണ് പോയിട്ടുള്ളത്? മാത്രവുമല്ല, ഇപ്പം ശബരിമല സ്വർണ വിഷയവുമായി ബന്ധപ്പെട്ട് ആന്റോ ആന്റണി സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന പടം പുറത്തു വന്നു കഴിഞ്ഞു. അത് കേവലം ഒരു നിൽപ്പല്ല.
എന്നുള്ളതും യാദൃശികമായി സംഭവിച്ചതല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സോണിയാഗാന്ധിയോടൊപ്പം അടൂർ പ്രകാശും MP ഉണ്ടായിരുന്നു. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഈ ശബരിമല സ്വർണ്ണ കൊള്ള കേസ് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ അന്വേഷിക്കണം, അന്താരാഷ്ട്ര നിലവാരത്തിൽ നടന്ന വലിയൊരു കവർച്ചയാണ് എന്നാണ് രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സോണിയാഗാന്ധിയുടെ പുറകിൽ നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇറ്റലിയിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പുരാവസ്തു കച്ചവടക്കാരനാണ്. അപ്പൊ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങൾ പുരാവസ്തുവായി വിദേശങ്ങളിലേക്ക് പോയിട്ടുണ്ടോ നമുക്ക് സംശയമാണ്, ഉറപ്പില്ല. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയും ദുരൂഹമായ ധാരാളം കാര്യങ്ങൾ വരാനിരിക്കുന്നു. സ്വർണം കട്ടവനും സ്വർണം വാങ്ങിയവനും ഒരേ ഫ്രെയിമിൽ സോണിയാഗാന്ധിക്കും അതുപോലെ തന്നെ ആന്റോ ആന്റണിക്കും അടൂർ പ്രകാശിനൊപ്പം എത്തുന്നു എന്ന് മാത്രമല്ല, സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്നു. അപ്പൊ ഇത് കട്ട മുതലിന്റെ ഭാഗമാണോ? എന്താണ് ഇതിന്റെ ഗൂഢാലോചന? കട്ട മുതൽ വിദേശങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ? രമേശ് ചെന്നിത്തലയുടെ സംശയം ശരിയാണോ? തീർച്ചയായിട്ടും ഇതെല്ലാം വരുന്ന ദിവസങ്ങളിൽ പുറത്തു വരേണ്ട കാര്യമാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇതെല്ലാം തന്ത്രി കൊടുത്ത NM രാജുവിന് കൊടുത്ത പണം, NM രാജു തന്ത്രി കൊടുത്ത പണമല്ല എന്നുള്ള ഒരു നിഷേധം വന്നിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ED അവിടെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. SITയുടെ അന്വേഷണം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ അന്വേഷണം എല്ലാം പോകുമ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഈ അന്വേഷണം നടത്തണം എന്നുള്ള കേരള സർക്കാരിന്റെ വാദം ശരിയായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ നിയമപ്രശ്നങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ട് വരും. ഈ അധിക പണം എത്രമാത്രം തെരഞ്ഞെടുപ്പിൽ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട്, വോട്ട് പിടിക്കുവാൻ പണം കൊടുത്തിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള വലിയ സംശയങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ആന്റോ ആന്റണിയുമായി ബന്ധപ്പെട്ട് NM രാജു നടത്തിയ ഈ പ്രസ്താവന നമുക്ക് വിരൽ ചൂണ്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 2019 പത്തനംതിട്ടയിൽ മത്സരിച്ചിരുന്നത് ശ്രീമതി വീണ ജോർജ് ആണ്. അപ്പോ വീണ ജോർജ് ഇത് നിയമപരമായ ഒരു നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? അതിന് എത്ര കാലതാമസം എടുക്കാൻ സാധ്യതയുണ്ട്? വീണ ജോർജ് മത്സരിച്ചിട്ടുണ്ട്, K അനന്തഗോപൻ മത്സരിച്ചിട്ടുണ്ട്, ഫിലിപ്പോസ് തോമസ് മത്സരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇത്തവണ ഡോക്ടർ തോമസ് ഐസക് മത്സരിച്ചിട്ടുണ്ട്. അപ്പോ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഒരു പുതിയ തെരഞ്ഞെടുപ്പ് കേസിനുള്ള സാധ്യത നമുക്ക് തേടേണ്ടതാണ്. നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് അതിനുള്ള സാധ്യത എന്താണെന്നുള്ളത് ഉടൻ തന്നെ അന്വേഷിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രധാനമായി ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പ് കേസിലേക്ക് കടക്കുമെന്ന കാര്യം ഉറപ്പാണോ? NM രാജുവിന്റെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കേസിലേക്ക് പോകാനുള്ള എല്ലാ വസ്തുതകളും ഈ സ്റ്റേറ്റ്മെന്റിൽ ഇന്നലെ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാങ്ങിയ പണം എന്ന നിലയിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കേസിന് സ്കോപ്പ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തേണ്ട കാര്യമേ ഇനി അവശേഷിക്കുന്നു. വികസന മുന്നേറ്റ ജാഥയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയുണ്ട്? ഞാൻ ആദ്യം സൂചിപ്പിച്ചു, വികസന മുന്നേറ്റ ജാഥയ്ക്ക് വലിയ ഒരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതിന്റെ തെളിവാണ്. അതിന്റെ ഉദ്ഘാടന യോഗം പത്തനംതിട്ടയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നടത്തിയത്. പത്തനംതിട്ട ജില്ലാ ആസ്ഥാനം ഈ അടുത്ത സമയങ്ങളിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ജനക്കൂട്ടമാണ് അദ്ദേഹത്തെ ശ്രവിക്കാൻ എത്തിയത്, ജാഥയെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയത്. പിന്നീട് ഇത് തന്നെ റാന്നിയിലും അതുപോലെ തന്നെ കോന്നിയിലും ആവർത്തിക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇന്നലെ അടൂരിലും തിരുവല്ലയിലും വലിയ ജനക്കൂട്ടമാണ് അദ്ദേഹത്തെ ജാഥ ക്യാപ്റ്റനെയും ജാഥ അംഗങ്ങളെയും വരവേൽക്കാൻ വേണ്ടി എത്തിയത്. പ്രദേശങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായ യോഗങ്ങൾ നടന്നിരുന്നു, ബൂത്ത് അടിസ്ഥാനത്തിൽ യോഗങ്ങൾ നടന്നിരുന്നു. അത്തരം യോഗങ്ങളിൽ തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് പ്രദേശവാസികൾ ഒഴുകിയെത്തിയത്. തീർച്ചയായിട്ടും നമുക്ക് ഇതിനു മുമ്പ് കേരളത്തിൽ ഒരിക്കലും കാണാത്ത രൂപത്തിൽ, എന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യത്ത് തന്നെ നീതി ആയോഗ് ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികൾ ഏതാണ്ട് 45ലധികം കാര്യങ്ങളിൽ
കേരളം ഇന്ത്യക്ക് നമ്പർ 1 ആണ് എന്ന് ആധികാരികമായി അവാർഡ് നൽകുകയോ വെളിപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങളാണ്. നല്ല റോഡുകൾ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നു. ഉപേക്ഷിച്ചു പോയ നാഷണൽ ഹൈവേ ഈ ഗവൺമെന്റ് പിണറായി വിജയൻ മുൻകൈയെടുത്ത് അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് സംസ്ഥാന സർക്കാർ തന്നെ ഭൂമി ഏറ്റെടുക്കാനുള്ള 5500 ഏതാണ്ട് 6000 കോടിയോളം രൂപ ചെലവിട്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നാഷണൽ ഹൈവേക്ക് ഭൂമി ഏറ്റെടുക്കാൻ ഒരു സംസ്ഥാന ഗവൺമെന്റ് പണം ചെലവിടുക എന്നത് ആദ്യത്തെ കാര്യമാണ്. അതിന്റെ ഒരു റിസൾട്ടാണ് ഇന്ന് കാണുന്ന 66 നാഷണൽ ഹൈവേ NS ഇന്ന് കേരളത്തിൽ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. പുനലൂർ മൂവാറ്റുപുഴ റോഡ് 780 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ലോക ബാങ്കിൽ നിന്ന് എടുത്ത് ഇപ്പോൾ അത് വന്നിരിക്കുന്നത്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വലിയ വികസനം. അതോടൊപ്പം തന്നെ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ആ ടൂറിസ്റ്റ് കേന്ദ്രം ഇന്നലെ തന്നെ ഒരു അവയവമാറ്റ ആശുപത്രിക്ക് തറക്കല്ലിട്ടു കോഴിക്കോട് ചേവയൂരിൽ. അത് ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ സംഭവമാണ്. ഇവിടെ നമുക്കറിയാം ഒരു അവയവമാറ്റ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, 20 ലക്ഷം, 30 ലക്ഷം, 40 ലക്ഷം രൂപ സാധാരണക്കാരന് ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്, കേരളത്തിലുണ്ട്. അവിടെയാണ് വളരെ കുറഞ്ഞ ചെലവിൽ അവയവമാറ്റ ശസ്ത്രക്രിയക്ക് തുടക്കമിടാനുള്ള ഒരു വലിയ സംരംഭം. പ്രത്യേകിച്ചും നമ്മുടെ പ്രധാനപ്പെട്ട ആശുപത്രികളെല്ലാം വിവിധ ലോക മൾട്ടിനാഷണൽ കമ്പനികൾ വിലക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. 1 ലക്ഷം രൂപ ചെലവഴിക്കേണ്ട സ്ഥാനത്ത് 10-20 ലക്ഷം രൂപ മൾട്ടിനാഷണൽ കമ്പനികൾ ഈടാക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതീക്ഷ നൽകുന്നത്. 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പട്ടിണി കിടക്കുന്ന ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ ഏറ്റവും അഭിമാനകരമായ നേട്ടം. എല്ലാ വീടിലും ശൗചാലയം കൊടുത്ത ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ്. എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ച ഇന്ത്യ രാജ്യത്തിലെ ആദ്യത്തെ സംസ്ഥാനവും ഏക സംസ്ഥാനവുമാണ്. ശിശു മരണനിരക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും കുറവുള്ള ഒരു സംസ്ഥാനമായി കേരളം. 5,000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കേവലം 5 മാത്രമാണ് ഇവിടുത്തെ മരണനിരക്ക്. അമേരിക്കയിൽ പോലും 5.5-ഉം ഇന്ത്യ രാജ്യത്തിന്റെ ശരാശരി കണക്ക് എന്ന് പറയുന്നത് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 30 എന്നുള്ളതും, എന്നാൽ ഉത്തർപ്രദേശിന്റെ ശരാശരി എന്ന് പറയുന്നത് 37-ഉമാണ്. അവിടെയാണ് നമ്മുടെ തിളക്കം. നമ്മുടെ ആയുർദൈർഘ്യം നമ്മുടെ രാജ്യത്തിന്റെ ശരാശരിയേക്കാൾ 5 മുതൽ 10 വയസ്സ് വരെ വർധനമാണ് ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിൽ. എന്ന് വെച്ചാൽ 60 വയസ്സ് കഴിഞ്ഞാൽ സൗജന്യമായിട്ട് നമ്മൾ മരുന്ന് നൽകുകയാണ്. കൊളസ്ട്രോള്, പ്രഷർ, ഷുഗർ, ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് നൽകുന്ന നമ്മുടെ രാജ്യത്തെ ഏക സംസ്ഥാനം നമ്മുടെ കേരളമാണ്. വൈദ്യുതി രംഗത്ത് മാത്രമല്ല, നമ്മുടെ വ്യവസായ രംഗത്ത് വന്നിരിക്കുന്ന വലിയ മുന്നേറ്റം നമുക്ക് ചെറിയ കാര്യമായിട്ടല്ല തോന്നുന്നത്. വാട്ടർ മെട്രോ എന്താണെന്ന് പഠിക്കാൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനം എവിടേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? കോവിഡ് മരണനിരക്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് രേഖപ്പെടുത്തിയ ഒരു സംസ്ഥാനമാണ് കേരളം. കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് പണം തരാതെ പിടിച്ച് തടഞ്ഞു വെക്കുമ്പോഴാണ് നമ്മൾ അതിജീവനത്തിന്റെ ഈ വലിയ ഒരു ഐക്യം കേരള ജനത പ്രകടിപ്പിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായി എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സർക്കാർ തന്നെ തുടരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷമാണ് കടന്നുപോയത്. ഇതൊരു ചരിത്ര സംഭവമാണ്. പൂന്തറയും മാറാടും വിഴിഞ്ഞവും അങ്ങനെ വർഗീയ ലഹളയുടെ നാടായിരുന്ന ആ കേരളത്തെയാണ് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ജീവിക്കുന്ന നാടായിട്ട് ഇന്ന് മാറിയിരിക്കുന്നത്. അതൊരു ചെറിയ മാറ്റമല്ല. സമാധാനത്തോടുകൂടി കേരളത്തിൽ മനുഷ്യൻ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പാവപ്പെട്ടവനും പണക്കാരനും ഇടത്തരക്കാരനും കച്ചവടക്കാരും തൊഴിലാളികളും എല്ലാവരും ആഗ്രഹിക്കുന്നത് നമുക്ക് സമാധാനത്തോടെ ജീവിക്കണം. ആ അവകാശമാണ് കേരള ഗവൺമെന്റ് നൽകിയിരിക്കുന്നത്. ക്രമസമാധാന പരിപാലന കാര്യത്തിൽ നമ്പർ 1 ആയി എത്രയോ വർഷമായി കേരളം തുടരുകയാണ്. അതാണ് കേരളത്തിന്റെ മഹിമ എന്ന് നമുക്ക് എടുത്തു പറയാം. എല്ലാ വകുപ്പുകളും ചെയ്യുന്ന സൽപ്രവർത്തികളുടെ ഒരു നാടായിട്ട് കേരളം മാറുമ്പോൾ തീർച്ചയായിട്ടും ഒരു മൂന്നാമതും കേരളത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ജാതി മത വ്യത്യാസങ്ങൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കും അതീതമായി കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ പിന്തുണയ്ക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതൊക്കെയാലും തെരഞ്ഞെടുപ്പുകളുടെ തിരക്കുകളുടെ സമയമാണ്, വികസന മുന്നേറ്റ ജാഥ നടക്കുന്ന സമയമാണ്. ഈ സമയത്തും അങ്ങയുടെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. വീണ്ടും കാണാം.